അമേരിക്കയുടെ വമ്പൻ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന് നേരെ പ്രയോഗിക്കാൻ വച്ചിരുന്ന വജ്രായുധം പുറത്തെടുക്കാൻ ഇറാൻ ഒരുങ്ങുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ഈ മിസൈലിൻ്റെ പേര് ഖുറാം ഷഹർ മിസൈൽ എന്നാണ്. ഈ മിസൈലാണ് ഇപ്പോൾ ഇറാന്റെ കയ്യിലുള്ളതിൽ വെച്ച് അതിമാരക പ്രഹരശേഷിയുള്ള മിസൈൽ. ഇത് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പൊടി പോലും ബാക്കി കിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഇപ്പോഴിതാ ആ മിസൈൽ ഇസ്രായേലിന് നേരെ ഇറാൻ പുറത്തെടുക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇസ്രായേലിന് നേരെയാണോ പ്രയോഗിക്കുക, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നേരെയാണോ പ്രയോഗിക്കുക, അമേരിക്കൻ വ്യോമത്താവളങ്ങൾക്ക് നേരെയാണോ പ്രയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാനിയൻ നഗരങ്ങളിൽ ജൂത രാഷ്ട്രം മാരകമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ഇസ്രായേൽ ഇറാൻ യുദ്ധം പുറപ്പെട്ടതിന് ശേഷം 400 മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇവർ ഇറാൻ തൊടുത്തുവിട്ടത്. എന്തായാലും അതിനുശേഷം അമേരിക്കയും ഇപ്പോൾ യുദ്ധരംഗത്തെത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള സംഘർഷമായി ഇത് മാറിയിരിക്കുന്നു, വലിയ രീതിയിലുള്ള യുദ്ധമായി ഇത് മാറിയിരിക്കുന്നു. എന്തായാലും ഈ പദ്ധതിയുടെ ഭാഗമായി ഇറാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും ആണവ ശാസ്ത്രജ്ഞരെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലും വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ടെഹ്റാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം അമേരിക്ക ഡയറക്റ്റായിട്ട് ഒരു ഫൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഇറാൻ അവരുടെ പഴയ മിസൈലുകളായിട്ടുള്ള ഗദാർ, ഇമാദ് എന്നിവയുടെ മിശ്രിതവും ഖൈബാർ ഷെഖാൻ സൈജിൽ 2 ഹെവി മിസൈൽ മാക് 15 വേഗതയിൽ സഞ്ചരിക്കുന്ന ഏറ്റവും പുതിയ ഫത്ത-1 സൂപ്പർസോണിക് മിസൈൽ തുടങ്ങിയ ആധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ വളരെ പ്രയാസകരമായിരുന്നു ഇസ്രായേലിന്. എന്തായാലും ഇറാൻ ഇതുവരെ തങ്ങളുടെ മാരകമായിട്ടുള്ള ആയുധം പുറത്തെടുത്തില്ല. അതിപ്പോൾ പുറത്തെടുക്കാൻ പോകുന്നു എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. തങ്ങളുടെ ഏറ്റവും മാരകമായിട്ടുള്ള മിസൈൽ, വളരെ തരംതിരിക്കപ്പെട്ട ഖുറാം ഷഹർ മിസൈൽ ഇസ്രായേലിലേക്ക് അവസാനം വരെ തൊടുത്തു വിടില്ല എന്നാണ് അമേരിക്ക വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക കൂടെ രംഗത്തെത്തിയതോടുകൂടി കളിമാറിയിരിക്കുന്നു. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം ഖുറാൻ ഷഹർ മിസൈലിന് 2000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. കൂടാതെ 1500 കിലോഗ്രാം പരമ്പരാഗത അല്ലെങ്കിൽ പോർമുന വഹിക്കാനുള്ള കഴിവുണ്ട്. ഇറാനിലെ എലൈറ്റ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മാധ്യമ വിഭാഗങ്ങൾ ഖുറാം ഷഹർ 4 മിസൈൽ ഇറാൻ സൈന്യം വിക്ഷേപിക്കുന്നതായി കാണിക്കുന്ന വീഡിയോകൾ നേരത്തെ തന്നെ പങ്കിട്ടിരുന്നു. എന്നിരുന്നാലും നിലവിലുള്ള സംഘർഷത്തിൽ ഇറാൻ ദ്രാവക ഇന്ധന മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. കാരണം ടെഹ്റാൻ അതിൻ്റെ വിന്യാസം സ്ഥിരീകരിച്ച് ഔദ്യോഗിക പ്രസ്താവനയൊന്നും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ ഈ മിസൈൽ വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം അത് വിക്ഷേപിക്കുന്ന എവിടെയായിരുന്നാലും അത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെ തടുക്കാൻ വലിയ രീതിയിൽ പണിപ്പെടേണ്ടി വരും ഈ മിസൈലിനെ എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.